ഒരിക്കൽ ഗോപിനാഥിനെ ചന്ദനാലങ്കാരം ചെയ്തുകൊണ്ടിരുന്ന പൂജാരിയോട് ഒരാൾ ഇങ്ങനെ ചോദിച്ചു, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? നോക്കൂ, ഗോപിനാഥിന്റെ കണ്ണിലും മൂക്കിലൊക്കെയാണ് അങ്ങ് ചന്ദനം തേക്കുന്നത്. ഇതൊട്ടും ശരിയല്ല. ഇത് കേട്ട പൂജാരിക്ക് വളരെയധികം സങ്കടം തോന്നി. തനിക്ക് ഉയരം മതിയായ രീതിയിൽ ഇല്ലാത്തതുകൊണ്ടും പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടും എനിക്ക് നല്ല രീതിയിൽ ശൃംഗാരം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം നാളെ മുതൽ താൻ വരില്ല എന്നും മറ്റൊരാളെ ഇതിനായി തീർച്ചപ്പെടുത്തിക്കോളൂ എന്നും പറഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. ഉറങ്ങുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലേക്ക് ഗോപിനാഥ് വന്നു. നോക്കൂ, അങ്ങ് തന്നെ നാളെ വരണം. മറ്റാരും എന്നെ ശൃംഗാരം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഇത് കേട്ട പൂജാരിക്ക് വളരെയധികം സന്തോഷവും ഒപ്പം സങ്കടവും തോന്നി. താൻ ഇത്രയധികം വൃദ്ധനായിരിക്കുന്നു. മാത്രമല്ല, തനിക്ക് ഗോപിനാഥിനെ ശൃംഗാരം ചെയ്യാനുള്ള ഉയരവുമില്ല. അതൊന്നും എനിക്ക് കേട്ടാൽ പറ്റില്ല. നാളെ അങ്ങ് വന്നിരിക്കണം. മറ്റാരും ഞാൻ ശൃംഗാരം ചെയ്യാൻ അനുവദിക്കില്ല. ശരി. വയ്യാത്ത വൃദ്ധൻ എങ്ങനെയോ കൂനി ആ ഗോപിനാഥ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തും. കോവിൽ തുറന്ന് നോക്കിയപ്പോൾ അതാ ഉയരമേറിയ ആ വിഗ്രഹം ചമ്രം പടിഞ്ഞിരിക്കുന്നു ആ ഭക്തന് മുന്നിൽ. ഇനി ചെയ്യാമല്ലോ എന്നൊരു കള്ളച്ചിരിയോടെ ഭക്തന് മുന്നിൽ കുനിഞ്ഞു കൊടുക്കാൻ എന്നും അവൻ്റെ ഭഗവാൻ എപ്പോഴും ഒരുക്കമായിരുന്നു. ഹരി ഹരി ബോൾ. അങ്ങനെ ആ ഗോപിനാഥ് ടോട്ടാ ഗോപിനാഥ് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. ടോട്ടാ ഗോപിനാഥ് കി ജയ്.